യാക്കോബായ സഭയുടെ പുതിയ ഇടയനായി ബസേലിയോസ് ജോസഫ് കാതോലിക്ക സ്ഥാനമേൽക്കുമ്പോൾ കരിങ്ങാച്ചിറ സെന്റ് ജോർജ് കത്തീഡ്രൽ പള്ളിയിൽ വലിയ ആഘോഷത്തിലായിരുന്നു വിശ്വാസികൾ. ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ ഇടവക പള്ളിയാണിത്. ആൻമരിയ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. യാക്കോബായ സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഉണ്ടായിരിക്കുന്നത്. യാക്കോബായ സഭയ്ക്ക് ഒരു പുതിയ ഇടയൻ ഇപ്പോൾ സ്ഥാനാരോഹണം പൂർത്തിയായിരിക്കുകയാണ്. ചടങ്ങുകളെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ്. സഭയോടൊപ്പം ചേർന്ന് നിന്നിരുന്ന ഒരാള്, സഭയെ ചേർത്ത് പിടിച്ച ഒരാള്, പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സഭയോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ തന്നെ തങ്ങളുടെ പുതിയ ഇടയനായിട്ട് വരുമ്പോൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് വിശ്വാസി സമൂഹം ഒന്നടക്കമുള്ളത്. ഈ ലെബനിൽ നടന്ന സ്ഥാനാരോഹണ ചടങ്ങുകൾ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ പള്ളികളിലും ലൈവ് സ്ട്രീമിംഗോടുകൂടി നടത്തുന്നുണ്ടായിരുന്നു. അത് കാണുന്നതിന് വേണ്ടിയിട്ട്, ഈ ചടങ്ങുകൾ വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മൾ നിൽക്കുന്ന കരിങ്ങാച്ചിറ പള്ളിയിൽ വലിയ ചടങ്ങുകളാണ് ഉണ്ടായിരുന്നത്. ആദ്യം പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടായിരുന്നു, തിരിതെളിയിച്ചുകൊണ്ട് പ്രാർത്ഥനാ ചടങ്ങുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ചടങ്ങുകളെല്ലാം പൂർണ്ണമായിട്ടും അവർ കണ്ടു. ഇപ്പോൾ ഏറെ സന്തോഷത്തിന്റെ ആ ഒരു നിമിഷത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഫാദർ, നമ്മുടെ സഭയ്ക്ക് പുതിയൊരു ഇടയൻ. സഭയെ സംബന്ധിച്ചിടത്തോളം ഫാദർ ഉടനീളം പറയുന്നുണ്ടായിരുന്നു, ഒരു എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടെ നിന്നൊരാള് ഇപ്പോൾ പുതിയ ഇടയനായിട്ട് വരുമ്പോൾ എങ്ങനെ കാണുന്നു ഈ നിമിഷത്തെ? തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷവും ആനന്ദവുമുണ്ട്. അത് ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ മുഖത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ഘട്ടത്തില് ഈ വാഴ്ച നടക്കുമെന്നുവരെ ഒരു പ്രതിസന്ധി സഭയിലെ മക്കൾക്കുണ്ടായിരുന്നു. അതിനെല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഇടപെടലുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ ലെബനോനിലെ അച്ചാനയിലെ സെന്റ് മേരീസ് കത്തീഡ്രൽ വെച്ച് സ്ഥാനാരോഹണ ശുശ്രൂഷ പൂർത്തീകരിക്കുകയാണ്.